വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ആകാശവും ഭൂമിയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തെയും സൃഷ്ടിച്ച ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ്. പ്രപഞ്ചവും സൃഷ്ടിയും ദൈവമല്ല, എന്നാൽ പ്രപഞ്ചവും പ്രകൃതിയും ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. സങ്കീർത്തനം 19:1 പറയുന്നത് ആകാശവിധാനം ദൈവത്തിൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നാണ്. പ്രപഞ്ചവും പ്രകൃതിയും ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും ജ്ഞാനവും അതോടൊപ്പം ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും വെളിപ്പെടുത്തുന്നു. സൂര്യൻ്റെ ഉദയവും അസ്തമനവും കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനവും എല്ലാം ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയും നമ്മോടുള്ള അവൻ്റെ സ്നേഹവുമാണ്. ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായ ചെറിയ ഭൂമി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. മനുഷ്യന് ഭൂമിയുടെ മേൽ അധികാരം നൽകിയത് നമ്മോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതികരണമാണ്. സങ്കീർത്തനം 8:6. ഭൂമിയെയും കർത്താവിൻ്റെ സൃഷ്ടിയെയും പരിപാലിക്കുന്നതിനും പരിചരിക്കുന്നതിനും വേണ്ടിയാണ് ദൈവം മനുഷ്യനെ ഭൂമിയിൽ ആക്കിയത്. എന്നാൽ ദൈവ ഉദ്ദേശത്തിൽ നിന്ന് മനുഷ്യൻ പിന്മാറി. ദൈവം മനോഹരമായി സൃഷ്ടിച്ച ഈ ഭൂമിയെ മനുഷ്യൻ്റെ പ്രവൃത്തിയാൽ വികൃതമാക്കി. അതിന്നും തുടരുന്നു. മനുഷ്യൻ സൃഷ്ടിച്ചിട്ടുള്ള 70,000-ൽ പരം രാസവസ്തുക്കളിൽ കൂടി കരയും ജലവും വായുവും എല്ലാം വിഷമയമായി തീർന്നിരിക്കുകയാണ്. മനുഷ്യൻ്റെ ഈ പ്രവൃത്തി മൂലം ഭൂമി അഥവാ ദൈവത്തിൻ്റെ സൃഷ്ടി കരയുന്നു എന്ന റോമർ 8:22 പറയുന്നത്. സൃഷ്ടി കരയുന്നതിനുള്ള കാരണക്കാർ ഒരു വിധത്തിൽ നാം തന്നെയല്ലേ? അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികൾ എന്ന് അഭിമാനിക്കുന്ന നാം ഓരോരുത്തരും ഈ ഭൂമിയെ മനോഹരമാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തിയിൽ നമ്മുടേതായ പങ്ക് വഹിച്ച് മതിയാകൂ. സൃഷ്ടിയെ പുതുക്കുന്നതിനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്. കാൽവറിയിലെ തൻ്റെ യാഗത്തിൽ കൂടി സൃഷ്ടിയെ മനോഹരമാക്കുന്ന പ്രവൃത്തിക്ക് അവൻ തുടക്കം കുറിച്ചു. പാപത്താൽ വികൃതമാക്കപ്പെട്ടിരിക്കുന്ന ഞാനും നീയും കാൽവറിയിൽ ചിന്തിയ രക്തത്താൽ ആണ് കഴുകി മനോഹരമാക്കപ്പെടുന്നത്. സൃഷ്ടിപ്രവർത്തനത്തിൽ കൂടി നൽകപ്പെട്ടിരിക്കുന്ന നന്മകൾ അനുഭവിക്കുന്നതിനാണ് അവൻ നമ്മെ പുതിയ സൃഷ്ടി ആക്കിയത്. ഈ നന്മകൾ അനുഭവിക്കുന്ന നാം ലോകത്തെ പുതുതാക്കുന്ന ദൈവിക പ്രവൃത്തിയിൽ പങ്കുചേരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മത്തായി 6:8-13 വാക്യങ്ങളിൽ കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ച പ്രാർത്ഥന ചേർത്തിട്ടുണ്ട്. നാം ദിനംതോറും ഈ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അതിൻ്റെ 11-ാം വാക്യത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഹാരം എന്നത് ഭക്ഷണം മാത്രമല്ല, അതായത് നമുക്ക് ആവശ്യമുള്ളതെല്ലാം തരണം. കോടിക്കണക്കിന് സമ്പത്ത് തരണമെന്നല്ല. നമ്മുടെ ആവശ്യങ്ങളെല്ലാം അപ്പോൾ അറിയുന്നവനാ നമ്മുടെ ദൈവം. അവൻ നമ്മുടെ ആവശ്യങ്ങൾ അറിയുകയും തക്ക സമയത്ത് അവയെ നമുക്കായി നൽകുകയും ചെയ്യുന്നു. ഇവിടെ കർത്താവ് നമുക്ക് നൽകുന്ന ഒരു ശുശ്രൂഷ കൂടി വ്യക്തമാക്കുന്നുണ്ട്. അവൻ നമ്മെ കരുതുന്നത് പോലെ പ്രകൃതിയെയും സഹജീവികളെയും നാമും കരുതണം. ദൈവം നമുക്ക് തന്നിട്ടുള്ളവയെ സമസൃഷ്ടങ്ങളുമായി പങ്കുവയ്ക്കണം. ഭക്ഷണമില്ലാതെയും കിടപ്പാടമില്ലാതെയും ധരിപ്പാൻ വസ്ത്രമില്ലാതെയും വികൃതമാക്കപ്പെട്ടിരിക്കുന്ന അനേകർ നമുക്ക് ചുറ്റിലും ഉണ്ട്. ലോകബാങ്കിൻ്റെ കണക്കിൻ പ്രകാരം 4 കോടി ജനങ്ങളാണ് വിലക്കയറ്റം മൂലം പട്ടിണിയിൽ കഴിയുന്നത്. അവരെ കാണുവാനും കരുതുവാനും നാം തയ്യാറാകുമ്പോൾ കർത്താവിൻ്റെ മനോഹരമാകുന്ന പ്രവൃത്തിയിൽ പങ്കുചേരുവാൻ നമുക്ക് കഴിയും. സാൽവേഷൻ ആർമിയുടെ മുദ്രാവാക്യമാണ് സോപ്പ് സൂപ്പ് സാൽവേഷൻ. ഈ മനോഹര മുദ്രാവാക്യം നമ്മളുടെ പ്രവൃത്തിയിലും പ്രാവർത്തികം ആക്കണം. നമ്മുടെ ഭവനങ്ങളിൽ എന്തുമാത്രമാണ് തിന്നി ശേഷിപ്പിച്ച് ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നത്. എത്രമാത്രം വസ്ത്രങ്ങളാണ് ഒരു തവണ മാത്രം ഉപയോഗിച്ച് പിന്നെ ഉപയോഗിക്കാതെ അലമാരകളിൽ അടുക്കി വച്ചിരിക്കുന്നത്. കുറേ കാലം കഴിയുമ്പോൾ
അവ പൊടിഞ്ഞ് ആർക്കും ഉപയോഗയോഗ്യമല്ലാതാകും. അവയെ വസ്ത്രമില്ലാത്തവർക്ക് നൽകുമെങ്കിൽ അത് ലഭിക്കുന്നവരിലുണ്ടാകുന്ന സന്തോഷം എത്ര വലിയതായിരിക്കും. നീതിനിഷ്ഠമായ ഒരു സമൂഹത്തിൽ വിഭവങ്ങൾ നമുക്കായി തന്നെ ഉപയോഗിച്ച് അവയെ ചൂഷണം ചെയ്യാതെ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് നമുക്കുള്ളവയെ പങ്കുവയ്ക്കുവാൻ തയ്യാറാകണം. സൃഷ്ടിതാവ് സൃഷ്ടികൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന നന്മകൾ എല്ലാവരും പങ്കിടുമ്പോൾ മാത്രമേ നമ്മുടെ സാക്ഷ്യം പൂർണ്ണമാകൂ. അപ്പോഴാണ് സൃഷ്ടിയെ പുതുക്കുന്ന കർത്താവിൻ്റെ വേലയിൽ നമ്മളുടെ പങ്ക് നിർവഹിപ്പാൻ നമുക്ക് കഴിയുന്നത്. കർത്താവെ, സൃഷ്ടിയെ മനോഹരമാക്കുന്ന അങ്ങയുടെ പ്രവർത്തനത്തിൽ പങ്കുചേരുവാൻ ആവശ്യമായ ദർശനം എനിക്കും നൽകണമേ. ആമേൻ.